ഹായ് ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും കണ്ണ് നല്ല കുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ റെഡ് കളറുള്ള ലിപ് ബാം ഇതെങ്ങനെ തയ്യാറാക്കി എന്നുള്ള ഷോർട്ട് വീഡിയോ നിങ്ങളെല്ലാവരും ഇന്നലെ കണ്ടിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് ഒരു ചുവന്ന വള്ളിച്ചെടി എന്നൊക്കെ ഇതിന് പറയും. അതിലെ വേമ്പാട, തവിട്ട് വേമ്പാട എന്നൊക്കെ പറയും ഇതിന്. ഇതൊരു വള്ളിച്ചെടിയാണ്, അതിൻ്റെ പുറം ഭാഗമാണ്, ആ വള്ളിച്ചെടിയുടെ തോട് ഭാഗമാണ് ഇത്. ഇതാണ് നമുക്ക് ഉണങ്ങി അങ്ങാടിക്കടകളിൽ നിന്ന് ആയുർവേദ മരുന്ന് ഷോപ്പുകളിൽ നിന്ന് നമുക്കിത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിനെ കൊണ്ടുവന്ന് ഇതുപോലെ പൊടിച്ചിട്ട് എണ്ണയിലിട്ട് വെക്കാം. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എണ്ണയിലിടാം. ഞാൻ പൊടിച്ചിട്ടല്ല ഇട്ടേക്കുന്നത്, അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് ഒരു ബോട്ടിലേക്ക് ഇട്ട് അത് മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് എണ്ണ ഒഴിച്ചത്. അപ്പോൾ ഒരു 250 ഗ്രാം എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും ഞാൻ ഒരു 50 ഗ്രാം വേമ്പാടപ്പട്ടയിലേക്ക്. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിരുന്ന ഈ ഒരു എണ്ണ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്, കുഷ്ഠരോഗം അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഈ ഒരു വേമ്പാടപ്പട്ട ആയുർവേദ മരുന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം നമുക്കിത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അലർജി പോലുള്ള രോഗങ്ങൾക്ക്, ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വേമ്പാടപ്പട്ട. അപ്പം നമ്മുടെ ചുണ്ടുകളിലെ പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ വരുന്ന പിഗ്മെൻറ്റേഷനുകൾ, ഡോട്ട്സ്, കരിവാളിപ്പ്, ഇതെല്ലാം നല്ല രീതിയിൽ ഇതുകൊണ്ട് മാറി കിട്ടും. അപ്പോൾ നമുക്കിത് എത്ര ഗ്രാം വീതമാണ് നമ്മൾ എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മെഷീനകത്തേക്ക് ഇതിൻ്റെ അളവ് എടുക്കുമ്പോൾ ആ കറക്റ്റ് അളവ് നോക്കുക. നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇട്ട് തന്നാലും എല്ലാവരും പറയും കറക്റ്റ് അളവ് എല്ലാത്തിൻ്റെയും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഈ സ്ക്രീനിൽ തന്നെ ആ മെഷർമെൻറ്റ് കറക്റ്റ് കാണിക്കുന്നത്. അപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിൽ ഇതിൻ്റെ കണക്ക് കറക്റ്റ് പറയാൻ വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആ മെഷർമെൻറ്റ് എത്ര വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും എടുക്കുന്നത്. അപ്പോൾ ഒരു ഐറ്റം തന്നെ എത്ര ഗ്രാം എടുക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ നോക്കി നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എടുക്കുന്ന കണക്കാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ലിപ് ബാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര ഗ്രാമാണ്, എന്തൊക്കെ ഐറ്റങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോന്നിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ വെയിറ്റും കൂടി നോക്കി നോട്ട് ചെയ്ത് വെക്കുക. ദയവ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കാണാതെ എത്ര ഗ്രാം എടുത്തെന്ന് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിൽ നല്ലത് നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കറക്റ്റ് എത്ര എടുത്തതെന്ന്. 50 ഗ്രാമാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് അടുത്തൊരു ബൗൾ എടുത്ത് വെച്ച് ആ ബൗളിൻ്റെ വേസ്റ്റൊക്കെ മൈനസ് ചെയ്തിട്ട് അതിനകത്തേക്ക് ബീസ് വാക്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നല്ല വൈറ്റ് ബീസ് വാക്സ്, നല്ല പ്രീമിയം ക്വാളിറ്റിയുടെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ക്വാളിറ്റി ബീസ് വാക്സ് മാത്രമേ നമ്മൾ ലിപ് ബാമിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തത് ഷിയ ബട്ടറാണ്. ബീസ് വാക്സ് എത്ര എടുത്തതെന്ന് കണ്ടല്ലോ, അതുപോലെ തന്നെ ബീസ് വാക്സ് എടുത്തതുപോലെ തന്നെ ഷിയ ബട്ടറും എടുക്കുന്നുണ്ട്. പക്ഷേ ഷിയ ബട്ടർ ബീസ് വാക്സിനെക്കാളും കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 ബീസ് വാക്സ് എടുത്തപ്പോൾ ഒരു 50 ഗ്രാം ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 25 ഗ്രാം ആൽമണ്ട് ഓയിലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത ആൽമണ്ട് ഓയിൽ. ഇനി എടുക്കാൻ പോകുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ 25 ഗ്രാം ആൽമണ്ട് ഓയിൽ, 25 ഗ്രാം കാസ്റ്റർ ഓയിലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് കണക്ക് നോക്കുക, മെഷർമെൻറ്റ് കറക്റ്റ് നോക്കുക. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡ് തന്നെയാണ് നമുക്ക് ലിപ് ബാം തയ്യാറാക്കാനും വേണ്ടത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഷിയ ബട്ടറും ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ബീസ് വാക്സ്, ഇത്രയും സാധനമാണ് നമ്മളിപ്പോൾ വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഈ ലിപ് ബാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും സെയിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരു കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് എല്ലാം അതാത് കമ്പനിയുടെ തന്നെ ചേരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ നല്ല തിക്നെസ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലിപ് ബാം തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. ഇപ്പം നമ്മുടെ ഏകദേശം ബീസ് വാക്സും ഷിയ ബട്ടറും ആൽമണ്ട് ഓയിലും കാസ്റ്റർ ഓയിലും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേമ്പാടപ്പട്ട കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്ത് കളറല്ലേ, നിങ്ങൾ കണ്ടതാണ്. ഒരു തുള്ളി ഫുഡ് കളറോ മറ്റുള്ള കളറോ ഒന്നും ആഡ് ചെയ്യാതെ ഈ വേമ്പാടപ്പട്ടയുടെ ഓർഗാനിക് ആയിട്ടുള്ള ഒറിജിനൽ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലൊരു തരി പോലും നമുക്ക് കളറ് ചേർക്കേണ്ടി വരത്തില്ല. അത് കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നല്ലൊരു ലിപ് ബാം തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മുടെ ഫ്രാഗ്രൻസ് ആണ് ഒഴിച്ചു കൊടുത്തത്. ലിപ് ബാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഫ്രാഗ്രൻസ് ഓയിലാണ്. അത് സ്ട്രോബെറിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി റെഡ് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബോട്ടിൽ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഇത് വരും, മറിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ സ്പൂൺ എടുത്തിട്ട് നമ്മളിങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും മറിഞ്ഞു പോകുമെന്ന് പേടി വേണ്ട. കറക്റ്റ് നമുക്ക് എത്ര ലിപ് ബാം കിട്ടിയെന്ന് നോക്കാം. ഇനി 14 എണ്ണം നമ്മുടെ റൗണ്ട് ബോട്ടിൽ, 8 ഗ്രാമിൻ്റെ ബോട്ടിലാണ്, റൗണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് സ്റ്റിക്കിനകത്തേക്ക് ഒഴിച്ചെടുക്കുക. പതുക്കെ വേണം ഇതിനകത്തേക്ക് സ്റ്റിക്കിൽ ഒഴിക്കാൻ. സ്റ്റിക്ക് എടുത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിക്ക് കിട്ടുമ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ടൈറ്റാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ ആ സ്റ്റിക്കിന് താഴെ കൂടെ ലീക്കാവും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പതുക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ ക്ലിയർലി നിങ്ങൾക്ക് ഇനി നിങ്ങൾ കാണുന്ന രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് എല്ലാം ഡൗട്ട് ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വീഡിയോ ഇരുന്ന് 2-3 പ്രാവശ്യം ഒരുപോലെ കാണുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇത് മനസ്സിലാവും. ഇതേ രീതിയിൽ ഇതിനകത്ത് കാണിച്ച അതേ കറക്റ്റ് മെഷർമെൻറ്റും കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഇതേപോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാം ഒരു 6-7 ബോട്ടിലിനകത്താണെന്ന് തോന്നുന്നു നമുക്ക് ഇത് കിട്ടുന്നത്. 6 എണ്ണം കിട്ടി. ലാസ്റ്റ് ഒന്നും കൂടെ ഒഴിച്ച് ഇപ്പോൾ ഒരു 7-8 എണ്ണം തികയുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. ഇതിന് മേളിൽ നമ്മൾ ഒഴിച്ച് കഴിയുന്ന സമയത്ത് ഇതൊരു ചെറിയ ഹോള് പോലെ തോന്നിക്കും. അപ്പം നമ്മൾ ചെറുതായിട്ട് അതൊന്ന് അടിയിലേക്ക് അമർന്നിരിക്കുന്ന സമയം നോക്കി നമ്മൾ അതിൻ്റെ മേലെ നിറച്ചും ഫില്ലാക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലിപ് ബാം ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ലിപ് ബാം ഉണ്ടാക്കി ചെയ്ത് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നന്നായിട്ട് സാധനങ്ങൾ കസ്റ്റമർ വാങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങളും വാങ്ങി അത് നിങ്ങൾ ലിപ് ബാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഇട്ട് തരുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അധികം വൈകാതെ തന്നെ വീഡിയോ ഞാൻ പെട്ടെന്ന് ഇട്ടത് തന്നെ എനിക്ക് ഇതിൻ്റെ ഡൗട്ടുകൾ പറഞ്ഞ് ഞാൻ കുഴഞ്ഞ്. വേമ്പാടപ്പട്ട പൊടിച്ചിട്ടതാണോ പച്ചക്കിട്ടയാണോ എങ്ങനെ ഇട്ടയാണ്? അപ്പം ഞാൻ പറഞ്ഞല്ലോ, വേമ്പാടപ്പട്ട വാങ്ങി കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ഒരു കുപ്പിയിലിട്ട് എണ്ണ ഒഴിച്ച് വെച്ച് അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് വെച്ച് ഒരു 3 ദിവസത്തിന് ശേഷമാണ് ഞാനിതെടുത്ത് സോപ്പ് ഉണ്ടാക്കിയതും അതുപോലെ ലിപ് ബാം ഉണ്ടാക്കിയതും. എന്ത് നല്ല കളറിലാണ് നിൽക്കുന്നത് അല്ലേ? പക്ഷേ ഇത് ചുണ്ടിലിടുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറ് ചുണ്ടിന് ഇടുമ്പം കിട്ടത്തില്ല. പക്ഷേ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും പോയി നല്ല റെഡ് കളറിലെ ചുണ്ടായി കിട്ടും നമ്മുടെ കേട്ടോ. നല്ല പ്യുവറായിട്ട് നമ്മുടെ ചുണ്ടിലെ എല്ലാ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും മാറിക്കിട്ടും. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വീഡിയോ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം എനിക്കും ടൈം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ചില ദിവസം ഒട്ടും ടൈം കിട്ടാറില്ല. കാരണം കൊറിയറിൻ്റെ ഓർഡറുകൾ നമുക്ക് തോനെയുള്ള ദിവസം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ഇടാൻ വൈകി പോകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ.